السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ അവൻ്റെ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അഥവാ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് അതുകൊണ്ടുള്ള വിവക്ഷ. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അള്ളാഹു നമ്മെ പടച്ചത് ഈ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ഭൗതികമായി നമുക്കുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ മാത്രമാണ്, കേവലം ഭൗതിക വിഭവങ്ങൾ മാത്രമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജിന് വരുമ്പോൾ വിഭവങ്ങൾ ഒരുക്കണം, യാത്രയിൽ ആവശ്യമായ വിഭവങ്ങൾ സ്വരുക്കൂട്ടണം എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, ഫഇന്ന ഖൈറ സാദി തഖ്വ. തീർച്ചയായും ഏറ്റവും ഉത്തമമായ സാദ് വിഭവം അത് തഖ്വയാകുന്നു, അഥവാ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകളാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ട 3 സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കാര്യം, ഒരു ഇബാദത്ത് കൽപ്പിച്ചു, അതല്ലെങ്കിൽ നാം ഒരു ഇബാദത്ത് നിർവഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരടിമയുടെ ഹൃദയത്തിൽ അൽ ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടായിരിക്കണം. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം അർ-റജാ, പ്രതീക്ഷ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം അൽ ഖൗഫ്,
ഭയമുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകൾ ശരിയായി തീരുക. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മുഅ്മിനീങ്ങളെ കുറിച്ച്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാൻ ഉള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമാകുന്നു. അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അഥവാ നമ്മുടെ മനസ്സ് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക. അപ്പോഴാണ് അല്ലാഹു ഈ പുകഴ്ത്തിയ പ്രശംസിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയവേ അല്ലാഹു അറിയിക്കുകയാണ്, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആരാണ് നിരാശരാവുക? ഇല്ലല്ലാല്ലൂൻ, വഴികേടിലായിപ്പോയ ആളുകളല്ലാതെ. നോക്കൂ, ഒരുപാട് കാലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ പ്രതീക്ഷ അറ്റുപോയിട്ടില്ല. ഈ ഒരു പ്രതീക്ഷ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിയായ പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഇതല്ലാഹു സ്വീകരിക്കും, ഇതല്ലാഹു സ്വീകരിച്ചെനിക്ക് പ്രതിഫലം നൽകും, അല്ലാഹു എന്നെ സ്വർഗത്തിലാക്കും. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ വന്നതുപോലെ നമ്മൾ വല്ല കാര്യത്തിനും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. എത്ര കാലം നമ്മൾ ചോദിച്ചാലും ശരി, ഒരിക്കലും നിരാശയടഞ്ഞു പോകരുത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞില്ലേ, അല്ലാഹുവേ, എൻ്റെ തല നരച്ചുപോയി, എൻ്റെ എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചിരിക്കുന്നു. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് റബ്ബേ ഞാൻ ദൗർഭാഗ്യവാനായി പോവുകയില്ല, ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടു പോവുകയില്ല. വീണ്ടും വീണ്ടും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇത് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. 3-ാമത്തെ കാര്യം അൽ ഖൗഫ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളോടൊപ്പം ഭയമുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ തൊട്ട്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നാം ഭയപ്പെടണം. തെറ്റുകൾ, വീഴ്ചകൾ, ന്യൂനതകൾ, കുറവുകൾ സംഭവിക്കാത്ത ആളുകളില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഞാനൊരു ഇബാദത്ത് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നിർഭയനാവാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷ വെക്കാം, അതോടൊപ്പം പേടിയും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് പേടിയില്ലാതെയായാൽ അള്ളാഹു പറയുകയാണ്, അഫ അമിനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം സംഭവിച്ച ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരായിരിക്കുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട്, അദാബിനെ തൊട്ട് ഒരു പേടിയുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് നഷ്ടം സംഭവിച്ച ആളുകൾക്ക് പറ്റിയ കാര്യമാണ്. നഷ്ടം സംഭവിച്ച ആളുകൾക്കാണ് അത്തരമൊരവസ്ഥ ഉണ്ടാവുക. മറിച്ചൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുമിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹം, അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ, അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരോടുള്ള സ്നേഹം മാത്രമാണ്.
എത്ര കണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്നുവോ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് ഇബാദത്തുകളുമായി നമ്മൾ അടുക്കും. കാരണം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ പരിപൂർണമായി അനുസരിക്കും, ഒരിക്കലും അയാളെ ധിക്കരിക്കുകയില്ല. സൃഷ്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. ഒരാൾ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുകയാണെങ്കിൽ, തൻ്റെ ഹൃദയം മുഴുവനും റബ്ബിനോടുള്ള മഹബ്ബത്ത് മാത്രമാണെങ്കിൽ, ആ റബ്ബിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എനിക്കെൻ്റെ റബ്ബിനോട് മഹബ്ബത്തുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കും. ആരാണ് പറയുക അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമില്ല എന്ന്? ഒരിക്കലും ഒരു മുഅ്മിൻ ഒരിക്കലും പറയുകയില്ല, ഒരു സത്യവിശ്വാസി ഒരിക്കലും പറയുകയില്ല. പക്ഷേ ആ അവകാശവാദം സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതം കൊണ്ട് നാം സത്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർ, മുഅ്മിനീങ്ങൾ, അവർക്ക് അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമാണ്. ഈ വാക്ക്, ഈ ആയത്ത്, ഇതിൻ്റെ തുടക്കം നമുക്ക് കാണാം. ജനങ്ങളിൽ ചിലർ പരിപൂർണമായ സ്നേഹം അള്ളാഹുവിന് വകവെച്ച് നൽകാതെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കും. പക്ഷേ അവരവരുടെ ഇലാഹുകളെ സ്നേഹിക്കും, തങ്ങളുടെ ദേഹേച്ഛകളെ സ്നേഹിക്കും. അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവർക്കൊക്കെ വഴിപ്പെടും. പക്ഷെ മുഅ്മിൻ അങ്ങനെയല്ല, മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിലേക്ക് നമ്മെ വേഗത്തിൽ എത്താനത് സഹായിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുന്നിലേക്ക് വരുമ്പോൾ ദുനിയാവിലെ ആരൊക്കെ അതിനെതിര് നിന്നാലും ഒരു മുഅ്മിൻ അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അർറജാ, പ്രതീക്ഷ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ വിശിഷ്ടമായി തീരുക ഈ പ്രതീക്ഷ കൊണ്ടാണ്. പ്രതീക്ഷ ഉണ്ടാവുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാനും വീഴ്ചകൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് വേഗത്തിൽ ഖേദിച്ചു മടങ്ങാനും നമ്മെ സഹായിക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾ തെറ്റുകൾ ചെയ്തു പോയാൽ ഞാൻ ഏതായാലും ഇങ്ങനെ പോയി, ഇനി ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. പാടില്ല. വഴികേടിലായി പോയ ആളുകളല്ലാതെ തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുകയില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് എളുപ്പമാക്കി തരും. ആ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ നമുക്കുള്ള വലിയ മുതൽക്കൂട്ട്. ദുനിയാവിൻ്റെ ഫിത്നകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നാനാഭാഗത്തും നമ്മെ മാടി വിളിക്കുമ്പോഴും ഒരു മുഅ്മിനുള്ള പ്രതീക്ഷ എന്താണ്? തൻ്റെ റബ്ബിലേക്കുള്ള യാത്രയിലാണ് അവനുള്ളത്. അള്ളാഹുവിലാണ് എനിക്ക് പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ സ്വീകരിക്കും, എന്നെ തൃപ്തിപ്പെടും, എനിക്ക് പ്രതിഫലം നൽകും, എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരും, പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം നൽകും, ദുആഇന് ഉത്തരം നൽകും. ഇതാണ് സഹോദരങ്ങളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ പ്രതീക്ഷ ഒരുത്തന് അറ്റുപോയാൽ, അതുകൊണ്ടാണ് മതനിഷേധികൾ, നിരീശ്വരവാദികൾ അള്ളാഹുവിലുള്ള യാതൊരു പ്രതീക്ഷയുമില്ല, പരലോകത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല, അങ്ങനെ വരണ്ട ജീവിതം നയിച്ച അവസാനം എത്ര ആളുകളുണ്ട് ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. വരണ്ട ജീവിതമായിരിക്കും ഒരു പ്രതീക്ഷയില്ല എങ്കിൽ. പ്രതീക്ഷിക്കാൻ മുഅ്മിനിന് അല്ലാഹുവുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർറജാ എന്നത് വലിയ കാര്യമാണ്. മൂന്നാമത്തേത് അൽ ഖൗഫ്. പല ആളുകളും ചോദിക്കാറുണ്ട്, പേടിക്കേണ്ടതുണ്ടോ? അത് പേടിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളുടെ അടയാളമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഹും
മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും മുഅ്മിനുകൾ തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാട് കാരണത്താൽ പേടിച്ച് വിറക്കുന്നവരായിരിക്കും. മുഅ്മിൻ നന്മകൾ ചെയ്യും, അതോടൊപ്പം പേടിക്കും. എന്നാൽ കപടവിശ്വാസി മുനാഫിഖ് അവൻ തിന്മകൾ ചെയ്യും, പക്ഷെ നിർഭയനായിരിക്കും. ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ടേ വേറെ ആരെങ്കിലും പോകും, എങ്കിൽ അവസാനം സ്വർഗത്തിൽ പോവാലോ എന്ന പ്രതീക്ഷ, ഭയപ്പാടില്ലാത്ത പ്രതീക്ഷ അവരെ നശിപ്പിച്ചു കളയും. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു പറഞ്ഞു, അല്ലാഹു നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുമ്പോൾ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ എന്നോർത്തവർ പേടിച്ച് വിറക്കുന്നവരായിരിക്കും. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ കള്ളു കുടിക്കുന്നവരും മോഷ്ടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളെ, മറിച്ച് അവർ നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാണ്, വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്, നല്ലവരാണ്. പക്ഷെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പേടിക്കും, അവരുടെ ഹൃദയങ്ങളിൽ ഭയപ്പാടുണ്ടാകും. അല്ലാഹു അതാ ഈ പറഞ്ഞതൊക്കെ ഒരുമിപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. മുഅ്മിനീങ്ങളെക്കുറിച്ച്, സത്യവിശ്വാസികളെക്കുറിച്ച്, നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളും ഒരൊറ്റ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്. ഉലൈക കൂട്ടർ, അഥവാ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളെ കുറിച്ചാണ് അള്ളാഹു ഈ പറഞ്ഞത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉസൈർ അലൈഹിസ്സലാം, മറിയം റളിയല്ലാഹു അൻഹ തുടങ്ങി അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകളെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അള്ളാഹു പറയുകയാണ്, അവരുടെ അവസ്ഥ എന്താണ്? അവർ തന്നെ തങ്ങളുടെ റബ്ബിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് ആലോചിച്ച് റബ്ബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്നവരാണവർ. വയർജൂന റഹ്മതഹു, അതോടൊപ്പം അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ തങ്ങളുടെ റബ്ബിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അവർ തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അല്ലാഹു പറയുന്നു, തീർച്ചയായും നിന്റെ റബ്ബിൻ്റെ ശിക്ഷ അതിനെ തൊട്ട് ജാഗ്രത കൈക്കൊള്ളേണ്ടത് തന്നെയാണ്. നോക്കൂ, മുഅ്മിനീങ്ങളെക്കുറിച്ച്, നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ മഹബ്ബത്തും റജാഉം ഖൗഫും ഒക്കെ ഒരുമിപ്പിച്ചവരാണ്. അഥവാ അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ഭയപ്പാട്, ഇത് മൂന്നും ഒരുമിപ്പിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹവും അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിനോടുള്ള ഭയപ്പാടും ഒരുപോലെ ഒരേ അളവിൽ നമ്മൾ കൊണ്ടുപോകണം. ചില ആളുകൾ പ്രതീക്ഷയോ പേടിയോ ഇല്ലാതെ എനിക്ക് അല്ലാഹുവിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ചില പിഴച്ചുപോയ സൂഫി ത്വരീഖത്തിൻ്റെ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമോ സ്വർഗമോ പ്രശ്നമല്ല. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടോ നരകം ഭയന്നുകൊണ്ടോ അല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, മറിച്ച് എനിക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം മാത്രമാണ് എന്നവർ പറയും. അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്?
അവർ നിസ്കരിക്കുകയില്ല, നോമ്പെടുക്കുകയില്ല, ആരാധനകൾ നിർവഹിക്കുകയില്ല. കുളിക്കാതെ നനക്കാതെ വൃത്തിയില്ലാതെ അങ്ങനെ ഒരു മൂലയിൽ ചടഞ്ഞിരുന്ന് അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കും. അത് ശരിയല്ല. വേറെ ചില ആളുകൾ പ്രതീക്ഷ മാത്രമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഒരു അര ഇഞ്ചിലാണോ ഇസ്ലാം ഉള്ളത്? അള്ളാഹുവിൻ്റെ ദീനിലെ വല്ല നിയമങ്ങളും പറഞ്ഞു കൊടുത്താൽ അവർ പറയും, എൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുക, അതുകൊണ്ട് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇബാദത്തുകൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിൽ ഈമാനുണ്ട്, ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷ മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് വലിയ അപകടത്തിലേക്കാണ് അവരെ തള്ളിവിടുക. ഒരിക്കലും അത് പാടില്ലാത്തതാണ്. പ്രതീക്ഷ വർദ്ധിച്ച് അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർ മറന്നു കളയും. നരകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും അള്ളാഹു സ്വർഗത്തിലാക്കും എന്ന പ്രതീക്ഷയിലായിരിക്കും. ഇനി കുറച്ചുകാലം നരകത്തിൽ കിടന്നാലും അവസാനം സ്വർഗത്തിലാവുമല്ലോ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നരകമെന്താണ് എന്നറിഞ്ഞ ഒരാൾക്കത് പറയാൻ സാധിക്കുകയില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് സൂക്ഷിക്കേണ്ടതാണ്, ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ്. നിസ്സാരമായ ഒരു കാര്യമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വരെ പല ആളുകളും നിസ്സാരമായി ഇതുപോലെയുള്ള പ്രതീക്ഷകളുടെ വാക്ക് പറയാറുണ്ട്. ഉദാഹരണത്തിന്, നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ പറയും, ഒരു അര ഇഞ്ചിലാണോ ദീനുള്ളത്? അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്, വസ്ത്രത്തിലെന്തിരിക്കുന്നു? അല്ല സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണത്. ഇനി താടി സമൃദ്ധമായി വളർത്തണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം അള്ളാഹു കാണും, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഓരോന്നും ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞൊന്നു മാത്രം. പാടില്ലാത്തതാണ്. അള്ളാഹുവിനുള്ള സ്നേഹവും പ്രതീക്ഷയും ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഭയപ്പാടും ഉണ്ടാവണം. അതുകൊണ്ടുണ്ടാവേണ്ട അനന്തരഫലം എന്താണ്? അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തേടണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുക എന്നത് ശരിയല്ല. അതുപോലെ സഹോദരങ്ങളെ, ചില ആളുകൾക്ക് ഭയം മാത്രമായിരിക്കും. അങ്ങനെ ജീവിതം ഇടുക്കിക്കളയും. അവർ ദീനിനെ പരുഷ സ്വഭാവമുള്ളതാക്കി മാറ്റും, പേടി മാത്രം എന്ന് ജൽപ്പിച്ചുകൊണ്ട്. അത് പാടില്ലാത്തതാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുമിപ്പിക്കണം. അൽ ഹുബ്, അർ റജാ, അൽ ഖൗഫ് എന്നാണ് അറബിയിൽ അതിന് പറയുക. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഇത് 3 ഉണ്ടാവണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഈ 3 കാര്യങ്ങൾക്കും. അൽ ഹുബ്, അൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ ഉദാഹരണം എടുത്താൽ ആ പക്ഷിയുടെ തല പോലെയാണ്. ഒരാളുടെ ഇബാദത്തിൽ മഹബ്ബത്തില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഒരാൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇബാദത്ത് ചത്തുപോയിരിക്കുന്നു. ഒരു പക്ഷിയുടെ തല പോയാൽ പിന്നീട് അത് ജീവനില്ല. അൽ ഖൗഫ് വർ റജാ, പ്രതീക്ഷയും ഭയപ്പാടും എന്നത് ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. 2 ചിറകുകളും ഒരുപോലെ ഉണ്ടായാൽ മാത്രമേ അതിന് പറക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒന്നിന് കേടുപാട് പറ്റിയാൽ അത് ദുർബലപ്പെട്ടു പോകും, അതിന് പറക്കാൻ സാധിക്കുകയില്ല. എന്നതുപോലെയാണ് മഹബ്ബത്തുണ്ടായാലേ ജീവനുണ്ടാവുകയുള്ളൂ. അൽ ഖൗഫും വർ റജാഉം, പ്രതീക്ഷയും ഭയവും ഉണ്ടായാൽ മാത്രമേ പറക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങളും ഒരുമിപ്പിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ, നമ്മുടെ ഹൃദയം ഇതുകൊണ്ട് നിറക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഇബാദത്ത് നിർവഹിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ.
നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.